ഹലോ, നമസ്കാരം. ഫിമാറ്റിക് ലെക്ചേഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് എനിക്ക് ഒത്തിരി റിക്വസ്റ്റുകൾ വന്നു. അതായത് സാറേ, എനിക്ക് ഒന്നാമത്തെ ചാപ്റ്റർ തൊട്ട് ഞങ്ങൾക്ക് എടുത്തു തരാവോ എന്നൊക്കെ ചോദിച്ച് ഒത്തിരി റിക്വസ്റ്റുകൾ വന്നു. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് CBSE ഗ്രേഡ് 11 ഫിസിക്സ് യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസ്. ഫിസിക്സിലെ ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്ററാണ് യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ. പക്ഷെ ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചില മേഖലകളും അതിനകത്തുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത്, ഞാൻ ആ മൊത്തം ചാപ്റ്റർ തീർക്കാനല്ല, നമുക്കതിനെ പകുതി പാർട്ട് ബൈ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് പഠിക്കാം കേട്ടോ. അധികം ഒന്നും നമ്മളിന്ന് പഠിപ്പിക്കുന്നില്ല. കുറച്ച് ഇൻട്രൊഡക്ഷൻ, 2-3 പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ചെയ്ത് വളരെ പതുക്കെ നമുക്ക് ഈ ചാപ്റ്റർ ആസ്വദിച്ച് പഠിക്കാം. എന്തേ, അങ്ങനെ ആയാലോ? ശരി. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ഗ്രേഡ് 11 യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ ഒരു പ്രിവ്യൂ, ഈ ചാപ്റ്ററിന്റെ ഒരു പ്രിവ്യൂ ആണ് നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത്. അപ്പൊ എന്താ പ്രിവ്യൂ? എന്താണ് യൂണിറ്റ് അല്ലെ? പൊതുവെ എല്ലാവർക്കും അറിയാൻ വ്യഗ്രതയുള്ള സംഗതി അല്ലെ. ഈ ചാപ്റ്ററിന്റെ പേരാണ് യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻസ്. എന്താ യൂണിറ്റ്സ്? നമ്മുടെ ഭൂമിയിൽ നമ്മൾ അളക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ലെ, സയൻസിലെ നമ്മൾ അളക്കുന്ന നമുക്ക് മാസ് അല്ലെങ്കിൽ ടൈം അല്ലെങ്കിൽ ദൂരം, ഡിസ്റ്റൻസ് ഒക്കെ അല്ലേ, നമ്മൾ അളക്കുമ്പോൾ നമ്മൾ അതിന് യൂണിറ്റ് പറയും. ഇത്ര കിലോമീറ്റർ അല്ലെങ്കിൽ ഇത്ര സെക്കൻഡ് അല്ലെങ്കിൽ എന്താ പറയുക, വേറെ ഏതെങ്കിലും യൂണിറ്റ് പറയാം അല്ലെ. എത്ര സെക്കൻഡായി, എത്ര മീറ്റർ പോയി അല്ലെ, എത്ര കിലോഗ്രാം, ഇതൊക്കെ നമ്മൾ പറയും. നമ്മൾ പൊതുവെ പറയുന്ന ബേസ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ മാസ്, ടൈം, ഡിസ്റ്റൻസ് ഒക്കെയാണ്. ഓക്കെ, ശരി. അപ്പം എന്തിനാണ് നമ്മൾ യൂണിറ്റ്സ് ഡിഫൈൻ ചെയ്യുന്നത്? എങ്ങനെ നമ്മൾ യൂണിറ്റിനെ ഡിഫൈൻ ചെയ്യും? അതിന്റെ ക്ലാസിഫിക്കേഷൻ എന്താണ്? ബേസിക് ആയിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ്? ഞാൻ പറഞ്ഞായിരുന്നു, ബേസിക് ആയിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അടിസ്ഥാനപരമായിട്ട് 3 ക്വാണ്ടിറ്റീസ് ആണ് ഉള്ളത്: മാസ്, ലെങ്ത് ആൻഡ് ടൈം. അത് നമ്മൾ എങ്ങനെ മെഷർ ചെയ്യും എന്നൊക്കെ പഠിക്കും കേട്ടോ. ചെറിയ ഡിസ്റ്റൻസുകൾ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്, വലിയ സംഗതികൾ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ് അല്ലെ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ സ്കെയിൽ കൊണ്ട് എന്ത് ചെയ്യത്തില്ല, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലം വരെയുള്ള ദൂരം നമ്മൾ അളക്കിയല്ല. അതിന് വേറെ മെത്തേഡാണ്. അതും ഒരു മെഷർമെന്റ് നമ്മൾ അളക്കുന്നത്. പക്ഷെ സ്കെയിൽ കൊണ്ട് നടക്കുമോ? ഇല്ല. എന്തുകൊണ്ട് എന്റെ കാര്യം? അത് പ്രാക്ടിക്കലി പോസിബിൾ ഇല്ല. നമുക്ക് ലോജിക്കലി നോക്കിക്കഴിഞ്ഞാലും അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ നമുക്ക് ഡിഫറെന്റ് മെഷർമെന്റ് ടെക്നിക്സ് വേണം ഓരോരോ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അത് ചെറുതാകുമ്പോൾ ഉള്ള മെഷർമെന്റ് ടെക്നിക്ക് അല്ല, വലിയ ക്വാണ്ടിറ്റി മെഷർ ചെയ്യുമ്പോൾ ഉള്ള ടെക്നിക്ക്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് സ്കെയിൽ കൊണ്ട് ഇവിടുന്ന് സൂര്യനിലേക്കുള്ള ദൂരം അളക്കാൻ പറ്റത്തില്ല. പറ്റുമോ? ബുദ്ധിമുട്ടാണ് അല്ലേ. ശരി, അതൊക്കെ നമ്മൾ പഠിക്കും എങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെ അളക്കുമ്പോൾ എന്നാ സംഭവിക്കും? അതിന്റെ കൃത്യത, അതിന് എറർ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലെ. നമ്മൾ മനുഷ്യര് പൂർണ്ണരാണോ? ഇംപെർഫെക്റ്റാ. അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് എന്തായിരിക്കും? ഇംപെർഫെക്റ്റ് അല്ലെ. അപ്പൊ ഇൻസ്ട്രുമെന്റ് കാരണോ, നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും അല്ലെങ്കിൽ ആ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം കാരണമോ ഒക്കെ എന്ത് ചെയ്യാം? പ്രശ്നങ്ങൾ വരാം, അല്ലെങ്കിൽ ആക്യുറസി നഷ്ടപ്പെടാം. അപ്പോ ആ ആക്യുറസി നഷ്ടപ്പെടുന്ന സമയത്ത് എങ്ങനെ നമുക്ക് അതിനെ, ആ മെഷർമെന്റ് കൃത്യമായിട്ട് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും? എറേഴ്സ് ഏതൊക്കെ തരത്തിലാണ് ഉണ്ടാകുക, എങ്ങനെ നമുക്ക് അതിനെ റെക്ടിഫൈ ചെയ്യാം എന്നൊക്കെ നമ്മൾ ഫിസിക്സിൽ പഠിക്കും. എന്തിനാണെന്നറിയോ ഇത് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാൻ കാരണം? നമുക്ക്
ലാബ് എക്സാമിന് ഈ എക്സ്പെരിമെന്റ്സ് ഉണ്ട് അല്ലെ. ആ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ധൃതി കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? എക്സ്പെരിമെന്റ്സ് ഒക്കെ തെറ്റിച്ച് കളയും. അപ്പൊ എറേഴ്സ് ഉണ്ടാകാം അല്ലെ. അപ്പൊ നമുക്ക് എറേഴ്സിന്റെ ഒരു ഐഡിയ നമുക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊരു 90-95% വരെ വേണമെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? എക്സ്പെരിമെന്റ്സ് ചെയ്യാം, പ്രൊവൈഡഡ് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ അല്ലേ. ശരി, അതാണ് ആക്യുറസി, പ്രിസിഷൻ എന്നൊക്കെ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇനി അവസാനമായിട്ട് പോകുന്നതാണ് ഡയമെൻഷൻ. ഈ ഡയമെൻഷൻസ്, ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റിന്റെയും ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡയമെൻഷണൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചും ഒരു ഐഡിയ നമ്മൾ പഠിക്കും. ഈ ഡയമെൻഷൻസ് ഒക്കെ നമ്മൾ പറയുന്നത് നമ്മുടെ ബേസ് ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ ഡിഫൈൻ ചെയ്യുക കേട്ടോ. അപ്പൊ അത് പൊതുവെ അതിന്റെ ഒരു ഐഡിയ കിട്ടിയാൽ വളരെ സിമ്പിളാണ്. പക്ഷെ ഐഡിയ കിട്ടിയില്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? അത് വെറുത്തു പോകുന്നൊരു ടോപ്പിക്കാണ്. ഐഡിയ കിട്ടിയാൽ ഇറ്റ്സ് വെരി സിമ്പിൾ. ഈ ഡിമെൻഷൻ എന്ത് ചെയ്യുന്നറിയോ? നമ്മുടെ +1 +2 എല്ലാ ടോപ്പിക്കിലും ഈ ചാപ്റ്ററിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഓക്കെ, യൂണിറ്റ് ഉണ്ട് അല്ലെ, യൂണിറ്റിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഈ ചാപ്റ്ററിന്റെ ഇമ്പോർട്ടൻറ്റ് റിവ്യൂ ആയിട്ട് നമ്മൾ കാണാൻ പോകുന്നത്. ശരി, അതൊക്കെ പോട്ടെ. അതാണ് നമ്മുടെ ഈ യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ എന്നുള്ള ചാപ്റ്ററിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ. പക്ഷെ ഇന്ന് നമ്മൾ എന്നതാ, നമ്മുടെ എപ്പിസോഡ് നമ്പർ 1. ഇൻ എപ്പിസോഡ് നമ്പർ 1 നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ കണ്ടന്റ്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ക്ലാസ്, ഇന്നത്തെ ക്ലാസ്സിലെ എന്തൊക്കെ നമ്മൾ കവർ ചെയ്യും? നമ്മൾ ഇൻട്രൊഡക്ഷൻ കണ്ടു. എന്താണ് യൂണിറ്റ്, യൂണിറ്റ് എന്താണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യും. ഓക്കെ, എന്താണ് നമ്മള് യൂണിറ്റ്? സോ യൂണിറ്റ് ഡിഫൈൻ ചെയ്യും, പിന്നെ അതിന്റെ ഡെഫിനേഷൻ, അതിന്റെ ക്ലാസിഫിക്കേഷൻ. ഇനി യൂണിറ്റ്സ് ഉണ്ടല്ലോ, പല കൺട്രീസും പല രീതിയിലാണ് ഫോളോ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഡിസ്റ്റൻസിന് നമ്മൾ മീറ്റർ എന്ന് പറയും അല്ലേ. എന്നാൽ UK-യിലേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഡിസ്റ്റൻസിന് അവർ ചെയ്യുന്നത് ഫൂട്ടിലാണ് എക്സ്പ്രസ് ചെയ്യുക. അപ്പൊ പല കൺട്രീസും പല സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ ആ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിനെ കുറിച്ചിട്ടൊരു ഐഡിയ നമുക്ക് കിട്ടും. ഏതൊക്കെ തരത്തിലുള്ള സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ഉണ്ട്, എന്നാൽ കോമൺലി ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റ് ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് സിസ്റ്റം ഇന്റർനാഷണൽ എന്ന് പറയാം, SI യൂണിറ്റ് എന്ന് പറയും. അപ്പൊ അതെന്തിന്റെ കൺസെപ്റ്റ് എന്താണ് എന്നതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും, നമുക്ക് പഠിക്കും. പിന്നെ ഈ പഠിച്ചതിനോടനുബന്ധിച്ചിട്ട് 2-3 ന്യൂമറിക്കൽസ് ഈ ടോപ്പിക്കിൽ നിന്ന് നമ്മൾ ചെയ്യും. പിന്നെ മൊത്തത്തിലിന്റെ റിവ്യൂ നമ്മൾ നോക്കും, പഠിച്ചതായി. അപ്പൊ ഇതൊക്കെയാണ് എപ്പിസോഡ് നമ്പർ 1. ഒത്തിരി കാര്യങ്ങളൊന്നും നമുക്ക് പഠിക്കാനില്ല കേട്ടോ. ശരി, അപ്പൊ എന്താ, നമുക്ക് തുടങ്ങാം. സോ വാട്ട് ഈസ് ബേസിക്കലി യൂണിറ്റ്? യൂണിറ്റ് ഈസ് ഡിഫൈൻഡ്. നമുക്ക് അതിന്റെ ഡെഫിനിഷൻ ആദ്യം ഒന്ന് പഠിക്കാം. എന്തിനാണ് നമ്മൾ അങ്ങനെ യൂണിറ്റ് എന്ന രീതിയിൽ ഡിഫൈൻ ചെയ്യുന്നത്? വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ്? സോ മെഷർമെന്റ് ഓഫ് എനി ഫിസിക്കൽ ക്വാണ്ടിറ്റി involves comparison with a certain basic arbitrary chosen internationally accepted reference, and that is called unit. Why? So എന്താ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ, ഇത് NCERT ടെക്സ്റ്റ് ബുക്ക് നൽകുന്ന ഡെഫിനിഷൻ ആണ് കേട്ടോ. എന്താണ് യൂണിറ്റ്? അപ്പൊ എന്താ മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ അളവുകൾ, ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം അല്ലെ. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ മാസ്, എൻ്റെ കയ്യിലൊരു ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, ഈ ബ്ലോക്കിന്റെ മാസ് ലെറ്റ് ഇറ്റ് ബി m. ഞാൻ എന്ത് ചെയ്യുന്നു, എങ്ങനെ മെഷർ ചെയ്യുന്നു? ഏതെങ്കിലും വെയിങ് അപ്പാരറ്റസ് വെച്ച് ഞാൻ ഇതിന്റെ മാസ് മെഷർ ചെയ്തു. അപ്പൊ മെഷർ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് കാണിക്കും, ഇലക്ട്രോണിക് മെഷർമെന്റ് ആണെങ്കിൽ 5 കിലോഗ്രാം എന്ന് കാണിക്കും. എന്നതായി 5 കിലോഗ്രാം? എന്നതായി അപ്പൊ എന്നതായി 1 കിലോഗ്രാം? ഈസി ആയിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റ് ആണ് കിലോഗ്രാം അല്ലെ. അതുകൊണ്ടാണ് 5 കിലോഗ്രാം എന്ന് പറഞ്ഞത്. അപ്പൊ എന്നതായി 1 കിലോഗ്രാം? അപ്പൊ ഇന്ത്യയില് ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് മാസ് 1 കിലോഗ്രാം എന്ന് ഡിഫൈൻ ചെയ്താൽ ചിലപ്പം
വേറെ ഏതെങ്കിലും കൺട്രിയിലും ചൈനയിൽ അത്ര എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനായിരിക്കില്ല 5 കിലോഗ്രാം എന്ന് അവർ ഡിഫൈൻ ചെയ്യുക. അപ്പം എല്ലാവരും തോന്നുന്നത് പോലെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഇന്റർനാഷണലി അക്സെപ്റ്റബിൾ ആകില്ല. അപ്പം മെഷർമെന്റ് എന്ത് ചെയ്യുന്നു? ഇന്റർനാഷണലി അക്സെപ്റ്റബിൾ ആയിരിക്കും. അപ്പൊ അതിനെ ഈസി ആയിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം. അതിനെ വിളിക്കുന്ന പേരാണ് യൂണിറ്റ്. അപ്പൊ എന്താണ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ? ഒന്നുകൂടെ അതിന്റെ ഡെഫിനിഷൻ നോക്കി. മെഷർമെന്റ് ഓഫ് എനി ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇൻവോൾവ്സ് comparison with a certain arbitrarily chosen internationally accepted reference. അപ്പൊ ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ട് നമ്മൾക്കൊരു റെഫറൻസ് ഉണ്ട്. അത് വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് ആണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ യൂണിറ്റിനെ ഡിഫൈൻ ചെയ്യുക. പൊതുവെ ഒരു യൂണിറ്റില് പറയുന്ന ഒരു എക്സാമ്പിൾ ആണ് കിലോഗ്രാം, അല്ലെ? കിലോഗ്രാം എന്ന് പറഞ്ഞാൽ മാസിന്റെ യൂണിറ്റ്. മീറ്റർ എന്തിന്റെ യൂണിറ്റാ? ഡിസ്റ്റൻസിന്റെ യൂണിറ്റാണ്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്നതാണ്? ടൈമിന്റെ യൂണിറ്റ്. ഐഡിയ കിട്ടിയോ? അപ്പോൾ ഒരു ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിക്കും രണ്ട് കാര്യങ്ങളുണ്ട്. എന്താണെന്നറിയോ? ഒന്ന്, ഒരു നമ്പർ ഉണ്ട്. ഓക്കെ, ഒരു നമ്പർ ഉണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക്, ഒരു നമ്പർ ഉണ്ട്. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഒരു യൂണിറ്റും ഉണ്ട്. അപ്പം ഈ യൂണിറ്റ് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അത് എന്ത് തരത്തിലുള്ള ക്വാണ്ടിറ്റിയാണ്. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. 2 സെക്കൻഡ്, 5 കിലോഗ്രാം, 1 മീറ്റർ ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇത് സെക്കൻഡ് ആണ്, 2 സെക്കൻഡ്. അപ്പം ഈ ഒന്നാമത് തന്നിരിക്കുന്ന ക്വാണ്ടിറ്റി എന്താണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലായി? ഇതിന്റെ യൂണിറ്റ് കണ്ടപ്പോഴാണ് മനസ്സിലായത്. എന്താ യൂണിറ്റ്? എന്താ ഇവിടെ? സെക്കൻഡ്. ഇതിന്റെ ഇപ്പുറത്ത് നിൽക്കുന്ന എന്നതാ? ഒരു നമ്പറാണ് 2 എന്ന് പറഞ്ഞാൽ 2 സെക്കൻഡുകളാണ് ഈച്ച് 1 സെക്കൻഡ്. 1 സെക്കൻഡ് പ്ലസ് 1 സെക്കൻഡ് കൂടുമ്പോഴാണ് 2 സെക്കൻഡ്സ് വരിക, അല്ലെ? അപ്പൊ അതിനെ ഈസി ആയിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി, അല്ലെ? 2 ടൈംസ്, അല്ലെ? ഒരേപോലെയുള്ള. അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു 10 ബോൾ ഉണ്ടെന്ന് വിചാരിക്കാം. 10 ഗ്രീൻ ബോൾ നമ്മുടെ ഒരു ബോക്സിന്റെ അകത്തുണ്ട്. നമ്മൾ എങ്ങനെ പറയും? 10 ഗ്രീൻ ബോൾ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അവിടുത്തെ യൂണിറ്റ് എന്നതാ? ബോൾ, ഗ്രീൻ ബോൾ. അവിടുത്തെ മാഗ്നിറ്റ്യൂഡ് എത്രയാ? നമ്പർ എത്രയാ? 10. മനസ്സിലായോ? അവിടെ 10 ഈസി ആയിട്ട് നമ്മൾ അവിടെ വേർതിരിച്ചു. ഐഡിയ കിട്ടിയോ? അതിനെയാണ് നമ്മൾ യൂണിറ്റ് എന്ന് പറയുക. അപ്പൊ 2 സെക്കൻഡ്സ്. അപ്പൊ നമുക്ക് മനസ്സിലായി സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ടൈമിന്റെ യൂണിറ്റ് ആണ്. അപ്പൊ 2 സെക്കൻഡ്സ് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലായി അത് ടൈം എന്ന് പറഞ്ഞ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. ഇനി 5 കിലോഗ്രാം. എന്താ 5 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ? 5 ഒരു നമ്പർ ആണെങ്കിൽ തന്നെയും അതിന്റെ തൊട്ടടുത്ത് യൂണിറ്റ് നമുക്കറിയാവുന്ന നമുക്ക് മനസ്സിലായി അത് മാസ് എന്ന് പറഞ്ഞ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് എന്ന് മനസ്സിലായി. ഇനി 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? മീറ്റർ എന്ന് പറഞ്ഞാൽ എന്തിന്റെ യൂണിറ്റാ? ഡിസ്റ്റൻസിന്റെ യൂണിറ്റ്. ഓക്കെ, അപ്പം 1 മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. ദാറ്റ് ഈസ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ക്ലാസിഫൈഡ് അണ്ടർ, അല്ലെ? ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. ദാറ്റ് ഫോൾസ് അണ്ടർ ഫിസിക്കൽ ക്വാണ്ടിറ്റി. എന്താണത്? ഡിസ്റ്റൻസ്. ക്ലിയർ? ഓക്കെ, അപ്പൊ ഇതാണ് യൂണിറ്റ്സിനെ കുറിച്ചുള്ള ഐഡിയ. ഐ റിപ്പീറ്റ് ഡെഫിനിഷൻ ഫോർ യൂണിറ്റ്. മെഷർമെന്റ് ഓഫ് any physical quantity involves comparison with a certain basic arbitrarily chosen internationally accepted. അപ്പൊ അവിടെ ഓരോരോ വാക്കിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കമ്പാരിസൺ വിത്ത് എ സർട്ടൻ ബേസിക്. നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം യൂണിറ്റ്. പിന്നെ ഇന്റർനാഷണലി അക്സെപ്റ്റബിൾ ആയിരിക്കണം. അപ്പൊ അങ്ങനെ അങ്ങനെ ആ 2 ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള കമ്പോണന്റിനെ പറയുന്ന പേരാണ് യൂണിറ്റ്. ശരി, അപ്പൊ ഇതാണ് യൂണിറ്റിന്റെ ഒരു ഐഡിയ. ഓക്കെ, അപ്പൊ അങ്ങനെയെങ്കിൽ നമുക്ക് യൂണിറ്റുകളെ രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യും. യൂണിറ്റുകളെ രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യും. എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യുന്നത്? യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി. പൊതുവെ യൂണിറ്റുകൾ 2 തരത്തിലാണുള്ളത്. ഒന്ന് ഫണ്ടമെന്റൽ യൂണിറ്റ്, 2 ഡിറൈവ്ഡ് യൂണിറ്റ്. ഈ ഫണ്ടമെന്റൽ യൂണിറ്റിനെയും ഈ ഡിറൈവ്ഡ് യൂണിറ്റിനെയും കൂടെ ഒന്നിച്ച് പറയുന്ന പേരാണ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറയാം. അപ്പൊ എന്ത് ഈ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ അതാണ്, അല്ലെ അതിന്റെ വേറൊരു ഓമന പേരാണ്
ബേസിക് യൂണിറ്റ്സ് എന്ന് പറയും. ഫണ്ടമെന്റൽ ഓർ ബേസ് യൂണിറ്റ്സ് അങ്ങനെ പറയാം. ബേസ് യൂണിറ്റ്സ് എന്നത് ക്ലിയർ ആയിട്ട് എഴുതാം. ബേസ് യൂണിറ്റ്സ്. അപ്പം ബേസ് എന്ന് പറഞ്ഞാൽ അത് അടിസ്ഥാനമാണ്. നമ്മുടെ ബിൽഡിംഗ് ബ്ലോക്ക് എന്നൊക്കെ പറയില്ലേ, നമ്മുടെ വീടൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ ബിൽഡിംഗ് ബ്ലോക്കുകൾ, അടിസ്ഥാന ഘടകങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ പറയുക. അപ്പൊ നമ്മുടെ ഈ ഭൂമിയിലുള്ള എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ that classified under base units. Yeah, that is known as base units. Base units. Okay, base units എന്നാണ് ഇതിനെ പറയാം. അപ്പോൾ എന്താ ബേസ് യൂണിറ്റ്സിന്റെ ഡെഫിനിഷൻ? Those units which are the building blocks for any other physical quantities. Examples പറയാമോ? ഫണ്ടമെന്റൽ യൂണിറ്റ്സിന്റെ ബേസിക് ആയിട്ടുള്ള എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ മാസ്, ലെങ്ത് ആൻഡ് ടൈം. ഇതിനെ മൂന്നിനെയാണ് നമ്മൾ ബേസ് ആയിട്ട് പറയാം. മാസ്, ലെങ്ത് ആൻഡ് ടൈം. അപ്പൊ ഇതിന്റെ യൂണിറ്റുകളെ മാസിന്റെ യൂണിറ്റ്, ലെങ്തിന്റെ യൂണിറ്റ്, ടൈമിന്റെ യൂണിറ്റ്, ഇതിനെല്ലാം പറയുന്നതാണ് എന്ത് പറയാ? ഫണ്ടമെന്റൽ യൂണിറ്റ് എന്ന് പറയാം. മനസ്സിലായല്ലോ? ഫണ്ടമെന്റൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അടിസ്ഥാനപരമായ യൂണിറ്റ്. ഓക്കെ, ഇനി എന്താ ഈ ഡിറൈവ്ഡ് യൂണിറ്റ്? അപ്പൊ നിങ്ങൾക്ക് കോമൺ സെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും എന്താ ഡിറൈവ്ഡ്. ഈ ഫണ്ടമെന്റൽ യൂണിറ്റുകൾ വെച്ചിട്ട് ഉണ്ടാക്കുന്ന യൂണിറ്റുകളെ പറയുന്ന പേരാണ്, ഡെവലപ്പ് ചെയ്യുന്ന യൂണിറ്റുകളെ പറയുന്ന പേരാണ് ഡിറൈവ്ഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഡിറൈവ്ഡ് യൂണിറ്റ്. ഞാൻ എക്സാമ്പിൾ പറയാം. സോ ദാറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം, സോ ഐ വിൽ റൈറ്റ് എ നോട്ട് ഹിയർ. ഇവിടെ നിന്ന് എഴുതാം. സോ ഡിറൈവ്ഡ് from fundamental units. Okay, അപ്പൊ ഇതിനാണ് derived from fundamental units. അപ്പൊ എക്സാമ്പിൾ ഞാൻ പറയാം, ഒരു എക്സാമ്പിൾ. അപ്പൊ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. എക്സാമ്പിൾ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചേക്കുന്നത്? ഏരിയ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഏരിയ, സിമ്പിൾ ആയ കാര്യം. ഏരിയ എന്താ? ഏരിയ എന്ന് പറഞ്ഞാല് ലെങ്ത് മൾട്ടിപ്ലൈഡ് ബൈ ബ്രെഡ്ത്ത് അല്ലെ? ലെങ്തിനെ ബ്രെഡ്ത്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഏരിയ കിട്ടുക. ഓക്കെ, ഇനി ലെങ്തിന്റെ യൂണിറ്റ് എന്താ? മീറ്റർ. ബ്രെഡ്ത്തിന്റെ യൂണിറ്റ് എന്താണ്? വീണ്ടും മീറ്റർ. അപ്പൊ എന്ത് വരും? ലെങ്ത് ഇൻറ്റു ലെങ്ത്, ദാറ്റ്സ് ഗോയിങ് ടു ബി മീറ്റർ സ്ക്വയർ. അപ്പൊ ഏരിയയുടെ യൂണിറ്റ് നമുക്ക് എന്താ അറിയില്ലായിരുന്നു. പക്ഷെ നമ്മൾ ഏരിയയുടെ യൂണിറ്റ് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തു ഇക്വേഷനിൽ നിന്ന്. എങ്ങനെയാ ഡിറൈവ് ചെയ്തത്? ലെങ്തിന്റെ യൂണിറ്റ് മീറ്റർ ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ ഏരിയയുടെ യൂണിറ്റ് നമുക്ക് എന്ത് പറയാം? ദാറ്റ് ഈസ് മീറ്റർ സ്ക്വയർ. മനസ്സിലായോ? അപ്പൊ അതൊരു കൈൻഡ് ഓഫ് ഡിറൈവ്ഡ് യൂണിറ്റ് ആണ്. മനസ്സിലായല്ലോ? അപ്പൊ അതാണ് ഡിറൈവ്ഡ് യൂണിറ്റിന്റെ ഒരു എക്സാമ്പിൾ പറയാം, ഏരിയ. അല്ലെങ്കിൽ നമുക്ക് വേറൊരു എക്സാമ്പിൾ പറയാം, ഡെൻസിറ്റി. ഡെൻസിറ്റി എന്താ? ഡെൻസിറ്റിയുടെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, 10ാം ക്ലാസ്സിൽ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് മാസ് ബൈ വോളിയം അല്ലെ? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു mass by volume. The amount of mass occupied in a certain unit, certain volume, that is known as density. അല്ലെ? അപ്പൊ അതിനാണ് ഡെൻസിറ്റി എന്ന് പറയാം. മാസിന്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം. ഇനി വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? വോളിയത്തിന്റെ യൂണിറ്റ് എന്താ? വോളിയം. വോളിയം എന്ന് പറഞ്ഞാൽ ഏരിയനെ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ? സോ ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ യൂണിറ്റ് കിട്ടി, ദാറ്റ് ഈസ് മീറ്റർ സ്ക്വയർ. ലെങ്ത്തിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ. അപ്പൊ യൂണിറ്റ് എന്താന്ന് മനസ്സിലായി? കിലോഗ്രാം. മീറ്റർ സ്ക്വയറിനെ മീറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മീറ്റർ ക്യൂബ് അല്ലെ? അപ്പൊ എന്ത് വന്നു? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അപ്പൊ ഡെൻസിറ്റിയുടെ യൂണിറ്റ് മനസ്സിലായല്ലോ, നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തു. അപ്പൊ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് മനസ്സിലായി ഒരു ഡിറൈവ്ഡ് യൂണിറ്റ് ആണെന്ന് മനസ്സിലായി അല്ലെ? അപ്പൊ നമ്മൾ എന്താ പഠിച്ചത്? യൂണിറ്റുകളെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തേ? യൂണിറ്റ്സ് ഈസ് ബേസിക്കലി ക്ലാസിഫൈഡ് ഇൻടു ടു. ഏതൊക്കെയാ? ബേസ് യൂണിറ്റ്സ് എന്നും ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. ഓക്കെ, അപ്പൊ ബേസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഏതൊക്കെയാണ് അതിൻ്റെ അത് വരുന്നത്? അതിന്റെ ഡിറൈവ്ഡ് അല്ല, ഫണ്ടമെന്റൽ യൂണിറ്റ്സ് അല്ലെങ്കിൽ ബേസ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ടുള്ള യൂണിറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റികളെ വെച്ചിട്ട്. ഏതൊക്കെയാണ് അടിസ്ഥാനപരമായിട്ടുള്ള ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്? മാസ്, ലെങ്ത് ആൻഡ് ടൈം.
derived എന്ന് പറഞ്ഞാൽ those units derived from fundamental units. അല്ലേ? അതിനൊരു എക്സാമ്പിൾ, 2 എക്സാമ്പിളും കണ്ടു. ഇനി എന്താണ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ? ഫണ്ടമെന്റൽ യൂണിറ്റിനെയും ഡിറൈവ്ഡ് യൂണിറ്റിനെയും ടുഗദർലി വിളിക്കുന്ന പേരാണ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. ക്ലിയർ? ശരി, അപ്പം അടുത്തതിലേക്ക് പോകാം അല്ലെ. അപ്പൊ നമുക്ക് മനസ്സിലായി സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി. ശരി, നൗ അപ്പൊ ഞാൻ ആദ്യം എന്റെ വീഡിയോയിൽ ആദ്യം തന്നെ ഞാൻ പറഞ്ഞായിരുന്നു, ഓരോരോ കൺട്രീസും അവരവരുടെ സിസ്റ്റമാണ് ഫോളോ ചെയ്യുക. എന്താ ഈ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ? ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റികളെ തന്നെ, അടിസ്ഥാനപരമായ ഫിസിക്കൽ ക്വാണ്ടിറ്റികളെ അവരവരുടേതായ രീതിയിൽ അവരതിനെ ഡെവലപ്പ് ചെയ്യും എന്ന് പറഞ്ഞാൽ സിസ്റ്റം ഓഫ് യൂണിറ്റുകളെ പല കൺട്രീസും പലതായിട്ടാണ് ഫോളോ ചെയ്യുക. അപ്പൊ അതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് വരുന്ന 3 സിസ്റ്റം ഓഫ് യൂണിറ്റുകൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് MKS സിസ്റ്റം എന്ന് പറയും, രണ്ടാമത്തതാണ് FPS സിസ്റ്റം, അടുത്തതാണ് CGS. എന്താ ഈ MKS എന്ന് പറഞ്ഞാല്? ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്തൊക്കെയാ? മാസ്, ലെങ്ത് ആൻഡ് ടൈം അല്ലേ? അപ്പം M stands for, that is those systems in which the fundamental units are expressed in meter, kilogram, second. മനസ്സിലായോ? മീറ്റർ എന്ന് പറഞ്ഞാൽ എന്തിന്റെയാണ്? ഡിസ്റ്റൻസ്. കിലോഗ്രാം എന്ന് പറഞ്ഞാലോ മാസ് അല്ലെ? ഡിസ്റ്റൻസ്. അപ്പൊ ഇതാണ് ബേസ് യൂണിറ്റ്സ് അല്ലെ? മാസ്. പിന്നെ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ടൈം ആണ് അല്ലെ? അപ്പം ഇതാണ് ഡിസ്റ്റൻസ്, മാസ്, ടൈം ആണ് ഇവരുടെ ഫിസിക്കൽ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഓക്കെ, അപ്പൊ ആ സിസ്റ്റത്തില് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും മെഷർ ചെയ്യുന്നത് ഏതിലായിരിക്കും? മീറ്ററിലായിരിക്കും. മാസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും മെഷർ ചെയ്യുന്നത് കിലോഗ്രാമിലും, ടൈം മെഷർ ചെയ്യുന്നത് സെക്കൻഡിലും ആയിരിക്കും. ഓക്കെ, അപ്പം ഇന്ത്യയിൽ നമ്മൾ ഡിസ്റ്റൻസ് എല്ലാം കോമൺലി മെഷർ ചെയ്യുന്നത് മീറ്ററിലാണ്. കേരളത്തിലൊക്കെ ആണെങ്കിൽ, പഴയ ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? ഫീറ്റിൽ പറയും. ഇത്ര അടിക്കണക്ക് അല്ലെ? അടിക്കണക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ടാവും നിങ്ങൾ അല്ലെ? അപ്പൊ മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്, അതിനെ പറയുന്ന പേരാണ് MKS സിസ്റ്റം എന്ന് പറയും കേട്ടോ. ഇനി അടുത്ത യൂണിറ്റ് സിസ്റ്റം എന്താ? അപ്പൊ MKS മനസ്സിലായി എന്താണ്. അപ്പൊ FPS എന്തായിരിക്കും? നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാവോ? F എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡ്സ് ഫോർ ഫീറ്റ്. അപ്പൊ ഡിസ്റ്റൻസിന് അവർ പറയുന്നത് ഫീറ്റിലാണ്. ഇനി P സ്റ്റാൻഡ്സ് ഫോർ പൗണ്ട്. S എന്തിനെ തന്നെ കാണിക്കുന്നതാണ്? സെക്കൻഡ്. അതാണ് FPS സിസ്റ്റം എന്ന് പറയാം. ഫീറ്റ്, പൗണ്ട്, സെക്കൻഡ്. ഇനി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഫീറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു ഫീറ്റ് എന്ന് പറഞ്ഞാല് 1 ഫീറ്റ് എന്ന് പറഞ്ഞാൽ 30.48 സെന്റിമീറ്റർ ആണ് കേട്ടോ. 1 ഫീറ്റ് ഈസ് ഈക്വൽ ടു 30.48 സെന്റിമീറ്റർ. ഇനി 1 പൗണ്ട് എന്ന് പറഞ്ഞാൽ, പൊതുവെ പൗണ്ടുകളൊക്കെ നമ്മൾ ഇന്ത്യയിൽ ഉപയോഗിക്കാറില്ല. സോ വാട്ട് ഈസ് 1 പൗണ്ട്? പൗണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം 500 ഗ്രാം വരും. എന്ന് പറഞ്ഞാൽ 553.59 ഗ്രാം. ഓക്കെ, 553.59 ഗ്രാം ആണ് കേട്ടോ. സോ ഗ്രാംസ്. അപ്പം ഇതാണ് 1 പൗണ്ട് എന്ന് പറയാം. 1/2 കിലോ താഴെ ആണ് 1 പൗണ്ട് എന്ന് പറയാം. ഓക്കെ, ഇനി എന്താണ് CGS സിസ്റ്റം? So what is basically CGS system? Centimeter. I will use a different color code for that. Centimeter, gram, seconds. അപ്പം ആ സിസ്റ്റം ഫോളോ ചെയ്യുന്നത് എപ്പോഴും സെന്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ്സിലായിരിക്കും ഫോളോ ചെയ്യുക. ഐഡിയ കിട്ടിയോ? അപ്പോൾ നമ്മൾ ഇപ്പൊ പഠിച്ചത് എന്താണ്? ഡിറൈവ്ഡ് യൂണിറ്റിനെയും ഫണ്ടമെന്റൽ യൂണിറ്റിനെയും കൂടെ കൂട്ടിയിട്ട് പറയുന്ന ഇതിനെയാണ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറയാം. പല കൺട്രീസും പല സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആണ് ഫോളോ ചെയ്യുക. MKS ഉണ്ടാകാം, FPS ഉണ്ടാവും, CGS ഉണ്ടാവും. പക്ഷെ ഇതെന്നാ പ്രശ്നം എന്നറിയോ? ഈ ഏർലി 1800-ലൊക്കെയാണ് MKS സിസ്റ്റം ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിന് അതിൻ്റെതായ ചില ലിമിറ്റേഷൻസ് ഉണ്ട്.
അപ്പം എല്ലാ ക്വാണ്ടിറ്റീസും നമുക്ക് ഈ MKSൽ ഡിറൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ ലോകത്ത് മൊത്തത്തിൽ ഫോളോ ചെയ്യുന്ന സിസ്റ്റം ഇതൊന്നുമല്ല. മനസ്സിലായോ? അപ്പം കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റികളെയും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ഈ സിസ്റ്റത്തിൽ. ഇത് ഉപയോഗിക്കുന്നില്ല എന്നല്ല, ഇത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഓൾ ടുഗദർ നമ്മുടെ ലോകത്തില് സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? ദാറ്റ് ഈസ് SI യൂണിറ്റ്. SI യൂണിറ്റ് എന്താ? SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ, സോ വാട്ട് ഈസ് ബേസിക്കലി SI യൂണിറ്റ്? SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സിസ്റ്റം ഇന്റർനാഷണൽ. സിസ്റ്റം ഇന്റർനാഷണൽ യൂണിറ്റ്സ് എന്ന് പറഞ്ഞ സംഗതിയാണ് ഉപയോഗിക്കുക. മനസ്സിലായല്ലോ? അപ്പൊ സിസ്റ്റം SI യൂണിറ്റ് എന്നുള്ള സംഗതിയാണ് നമ്മൾ ഉപയോഗിക്കുക. സിസ്റ്റം ഇന്റർനാഷണൽ. ഓക്കെ, സിസ്റ്റം ഇന്റർനാഷണൽ SI യൂണിറ്റ്. ഓക്കെ, അപ്പൊ അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്? സിസ്റ്റം ഓഫ് യൂണിറ്റ്സിലെ നാലാമത്തെ കാറ്റഗറി, എന്താണ്? SI യൂണിറ്റ്, സിസ്റ്റം ഇന്റർനാഷണൽ. The system of units which is at present internationally accepted for measurements. Okay, ഇപ്പോൾ നിലവിൽ മെഷർമെന്റ്സിന് വേണ്ടിയിട്ട് ഇന്റർനാഷണലി അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു യൂണിറ്റ് ആണ് SI യൂണിറ്റ്. ഓക്കെ, ഇതിനെയാണ് സിസ്റ്റം ഇന്റർനാഷണലിലെ നാലാമത്തെ ക്ലാസിഫിക്കേഷൻ ആയിട്ട് പറയാം. ദാറ്റ് ഈസ് SI യൂണിറ്റ്സ്. ക്ലിയർ? ഓക്കെ, അപ്പൊ അങ്ങനെയെങ്കിൽ നമുക്ക് ഈ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിൽ നമുക്കറിയായിരുന്നു MKSലാണെങ്കിലും CGSലാണെങ്കിലും FPSലാണെങ്കിലും ബേസിക് ആയിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയായിരുന്നു? മാസ്, ലെങ്ത് ആൻഡ് ടൈം. പക്ഷെ SI യൂണിറ്റിൽ അത് 7 എണ്ണം ഉണ്ട്. 7 ബേസിക് യൂണിറ്റുകളും 2 സപ്ലിമെന്ററി യൂണിറ്റുകളുമാണ് SI യൂണിറ്റിൽ ഉള്ളത്. അങ്ങനെ മൊത്തം ഓൾ ടുഗദർ 9 ബേസ് യൂണിറ്റ്സ് ആണ് SI സിസ്റ്റത്തിൽ നമ്മൾ ഡിഫൈൻ ചെയ്യും. ക്ലിയർ? ഞാൻ എന്താ പറഞ്ഞത്? അപ്പൊ മൊത്തത്തിൽ കോമൺ ആയിട്ട് ഇന്നിപ്പോ ഉപയോഗിക്കുന്നത് SI സിസ്റ്റമാണ്. അപ്പൊ SI സിസ്റ്റത്തിൽ എത്ര യൂണിറ്റുകളുണ്ട്? മൊത്തം 9 എണ്ണം ഉണ്ട്. 9 എണ്ണം എന്ന് പറയുമ്പോൾ 7 ബേസ് യൂണിറ്റുകളും 2 സപ്ലിമെന്ററി യൂണിറ്റുകളാണ് ഉള്ളത്. അതിൻ്റെ അകത്ത് ഒന്നാണ് ലെങ്ത്. ലെങ്തിന്റെ യൂണിറ്റ് എത്ര തന്നെയാണ്? എന്താണ്? ലെങ്തിനെ എക്സ്പ്രസ് ചെയ്യുന്നത് മീറ്ററിലാണ്. വളരെ രസകരമായ ഒരു സംഗതി എന്നാന്ന് വെച്ചാൽ എങ്ങനെയാണ് 1 മീറ്റർ ലെങ്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം ലൈറ്റിന്റെ സ്പീഡ് എത്രയാ? പഠിച്ചിട്ടുണ്ടാവുമല്ലോ, 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1/3 × 10⁸ മീറ്റർ പെർ 1/3 × 10⁸ സെക്കൻഡ് കൊണ്ട് ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ദൂരത്തെ ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ് ലെങ്ത്. ഓക്കെ, അതാണ് നമ്മുടെ ഡെഫിനിഷൻ ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? എന്താണ്? 1/3 × 10⁸ സെക്കൻഡ് കൊണ്ട് ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ദൂരത്തെയാണ് 1 ലെങ്ത് എന്ന് അവർ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത യൂണിറ്റ് എന്താണ്? അടുത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണ്? മാസ്. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം. ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്സ്. അപ്പം ഇതിനെല്ലാം അതിൻ്റെതായ ഡെഫിനിഷനുകളുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ സമയം കിട്ടുമ്പോൾ NCERT ടെക്സ്റ്റ് ബുക്കിൽ വെറുതെ രസകരമായിട്ടൊന്ന് വായിച്ചു നോക്കുക കേട്ടോ. അപ്പൊ ഞാനൊരു രസകരമായ സംഗതി ലെങ്തിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹോംവർക്ക് ആയിട്ട് നിങ്ങൾക്ക് വായിച്ചു നോക്കാൻ സാധിക്കും. എങ്ങനെയാണ് ഒരു മാസ് 1 മാസ് എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? 1 കിലോഗ്രാം മാസ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? 1 സെക്കൻഡ് സമയത്തെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് അവിടെ
വായിച്ചു നോക്കാൻ പറ്റും കേട്ടോ. ഇനി അടുത്ത സംഗതിയാണ് ഇലക്ട്രിക് കറണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ലേ ഇലക്ട്രിക് കറണ്ട്? ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലോ ഓഫ് ചാർജസ് പെർ യൂണിറ്റ് ടൈം. അതിന്റെ യൂണിറ്റ് എന്താണ്? ആംപിയർ. ഇനി നിങ്ങൾ പ്ലസ് ടുവിൽ എത്തുമ്പോൾ 1 ആംപിയർ കറണ്ട് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് പ്രൂഫ് സഹിതം നിങ്ങൾ പഠിക്കും കേട്ടോ. അപ്പൊ ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റ് ആംപിയർ. ഇനി തെർമോഡൈനാമിക് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ അറിയില്ലേ? ഹീറ്റും ടെമ്പറേച്ചറും ഒന്നാണോ? അല്ല അല്ലേ? ആണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ തെറ്റാട്ടോ. ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ ഒത്തിരി ഹീറ്റ് ഉണ്ടായിരിക്കും, ടെമ്പറേച്ചർ കുറവാണെങ്കിൽ ഹീറ്റ് കുറവായിരിക്കും. അപ്പൊ ടെമ്പറേച്ചർ എന്തിനെ ഡിഫൈൻ ചെയ്യും? എന്തിന്റെ മെഷർമെന്റ് ആണ്? ഹീറ്റിന്റെ മെഷർമെന്റ് ആണ് ടെമ്പറേച്ചർ. മനസ്സിലായോ? അല്ലെങ്കിൽ ടെമ്പറേച്ചറും ഹീറ്റും ഒന്നല്ല. അപ്പൊ അതിന്റെ യൂണിറ്റ് പൊതുവെ ചാടിക്കയറി നമുക്ക് പറയും ഡിഗ്രി സെൽഷ്യസ് അല്ലെ? ഡിഗ്രി സെൽഷ്യസ് ആണോ? ഡിഗ്രി സെൽഷ്യസ് SI യൂണിറ്റ് അല്ല കേട്ടോ. ദാറ്റ് ഈസ് കെൽവിൻ. കെൽവിൻ ആണ് SI യൂണിറ്റ് കേട്ടോ. ഇനി കെമിസ്ട്രിയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, മോൾ. അപ്പം എന്താണ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്? മാസ് ആൻഡ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആർ ഡിഫറെന്റ്. അപ്പം തീരെ ചെറിയ ക്വാണ്ടിറ്റികളുടെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടേമാണ് കെമിക്കൽ കോമ്പൗണ്ട്സിനെയൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് കെമിസ്ട്രിയിലൊക്കെ നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നതാണ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. അപ്പൊ അതിന്റെ യൂണിറ്റ് മോൾ. ക്ലിയർ? ഓക്കെ. അപ്പൊ നമ്മൾ 6 യൂണിറ്റുകൾ പഠിച്ചു. ഇനി ഒന്നാണ് ലൂമിനസ് ഇന്റൻസിറ്റി. ഇത് ലൈറ്റിന്റെ പ്രോപ്പർട്ടിയാണ്. ലൈറ്റ് ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് ബൾബിന്റെ ലൈറ്റിന്റെ പവർ ഒക്കെ നമ്മൾ പറയാം. അവിടെ ബൾബിലൊക്കെ ഒന്ന് നോക്കിയാൽ മനസ്സിലാവും, അതിൽ ബൾബിന്റെ പവർ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ ലൈറ്റിന്റെ ഇന്റൻസിറ്റി, അതിന്റെ ലൂമിനസ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ആണ്. ലൂമിനസ് ഇന്റൻസിറ്റി അതിന്റെ യൂണിറ്റ് എന്താ? കാൻഡില. ഇത് നിങ്ങൾ പ്ലസ് ടുവിൽ എത്തുമ്പോൾ റേ ഒപ്റ്റിക്സിൽ നിങ്ങൾ ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ പഠിക്കും കേട്ടോ. ഇനി 2 സപ്ലിമെന്ററി ആംഗിളുകളുണ്ട്. അപ്പം ഈ അവസാനത്തെ 2 പറയുന്ന പേരാണ് സപ്ലിമെന്ററി ആംഗിൾസ്. ഇതിനെയാണ് സപ്ലിമെന്ററി ആംഗിൾസ് എന്ന് പറയുന്നത്. ഒന്ന് പ്ലെയിൻ ആംഗിൾ, അത് 2 ഡയമെൻഷനിലാണ് നമ്മൾ പ്ലെയിൻ ആംഗിൾ പറയുക. നമ്മൾ പ്രൊട്രാക്ടറൊക്കെ വെച്ച് നമ്മൾ അളക്കില്ലേ ആംഗിള്, അതിനെയാണ് പ്ലെയിൻ ആംഗിൾ എന്ന് പറയുന്നത്. ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ്, അതൊക്കെ പ്ലെയിൻ ആംഗിൾ ആണ്. അതിന്റെ യൂണിറ്റ് എന്താ? ഡിഗ്രി അല്ല, അതിന്റെ യൂണിറ്റ് റേഡിയൻ ആണ്. SI യൂണിറ്റില് ഓക്കെ, റേഡിയൻ ആണ്. അപ്പൊ എന്താ ഈ ഡിഗ്രിയും റേഡിയനും കണക്ട് ചെയ്യുന്ന റിലേഷൻ എന്താണെന്നറിയോ? 180 ഡിഗ്രി. പ്രൊട്രാക്ടറുകളിൽ 180 ഡിഗ്രി അറിയത്തില്ലേ? അപ്പൊ ഈ 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ്, അതിന് നമുക്ക് എന്ത് പറയാം? പൈ റേഡിയൻ ആണ്. 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ പൈ റേഡിയൻ ആണ്. അപ്പൊ 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര റേഡിയൻ ആയിരിക്കും? പൈ ഓവർ 180 റേഡിയൻ. മനസ്സിലായോ? അത് തിരിച്ച് നമുക്ക് പറയാം അല്ലെ? അപ്പൊ ഈ കൺവേർഷൻ ഫോർമുല ഒന്ന് ഓർത്തിരിക്കാം. 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ പൈ റേഡിയൻ ആണ്. ഓക്കെ. ഇനി അപ്പൊ അതിന്റെ ഫിഗറും കൂടെ നമുക്കൊന്ന് കാണാം അല്ലെ? അപ്പൊ ഈ രണ്ടുമാണ് സപ്ലിമെന്ററി ആംഗിൾസ്. അപ്പൊ അതിന്റെ ഫിഗർ എന്താ? ഇതാണ് നമ്മുടെ പ്ലെയിൻ ആംഗിൾ. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് തീറ്റ, ചെറിയ ആംഗിൾ ഡി തീറ്റ അല്ലെ? ഇതൊരു ആർക്കാണ് അല്ലെ? ആംഗിൾ ഇൻസ്ക്രൈബ്ഡ് ഇൻസൈഡ് എൻ ആർക്ക്. അപ്പൊ ഇത് റേഡിയസ് ആണ്, ഇതിന്റെ ആംഗിൾ ഡി തീറ്റയാണ്. അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ് ആർക്ക് ലെങ്തും റേഡിയസും ആംഗിളും കണക്ട് ചെയ്യുന്ന റിലേഷൻ എന്താ? ആർക്ക് ലെങ്ത് ds ഈസ് ഈക്വൽ ടു r ഇൻറ്റു ഡി തീറ്റ അല്ലെ? അല്ലെങ്കിൽ ഡി തീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് വരും? റേഡിയൻ ഈസ് ഈക്വൽ ടു ds ബൈ r. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇത് ലെങ്ത് L, ഇത് R, ഇത് തീറ്റ. അങ്ങനെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? ഒട്ടുമിക്ക ആളുകളും അങ്ങനെ ആ ഐഡിയ അറിയാമായിരിക്കും അല്ലെ? അപ്പൊ നമ്മൾ എന്ത് പറയും? തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ്. റേഡിയൻ, ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ പ്ലെയിൻ ആംഗിൾ. ഓക്കെ, തീറ്റ ഈസ് ഈക്വൽ ടു L ഓവർ R തീറ്റ, L ഓവർ R. ഇതിനെയാണ് പ്ലെയിൻ ആംഗിൾ എന്ന് പറയാം. ഇതെന്താ?
2 ഡയമെൻഷനിലേക്ക് നമ്മുടെ സാധാരണ പ്രൊട്രാക്ടർ കൊണ്ടൊക്കെ നടക്കുന്ന സാധാ ആംഗിൾ അതിനെയാണ് പ്ലെയിൻ ആംഗിൾ എന്ന് പറയുന്നത്. എന്റെ യൂണിറ്റ് എന്താ? ഡിഗ്രി ആണോ? അല്ല, എന്റെ യൂണിറ്റ് എന്താ? റേഡിയൻ. ക്ലിയർ? എന്റെ യൂണിറ്റ് റേഡിയൻ ആണ്. ഓക്കെ, അവസാനത്തെ യൂണിറ്റ് ഏതാ? സോളിഡ് ആംഗിൾ. എന്താ സോളിഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ? ഒരു കോൺ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇതൊരു എക്സാമ്പിൾ, ഇതൊരു കോണാണ്, പക്ഷെ അത് എന്തല്ല, കോണാണെന്ന് പറഞ്ഞാൽ ഇതെന്താ? ഒരു പിരമിഡാ അല്ലെ? പിരമിഡാ, ഒരു റെക്ടാങ്കുലർ സോളിഡ്, ഐ മീൻ സ്ക്വയർ പിരമിഡാണ്. അപ്പൊ ഈ സ്ക്വയർ പിരമിഡിന്റെ അപ്പെക്സിൽ ഉണ്ടാക്കുന്ന ഈ ആംഗിള് സോളിഡ് ആംഗിൾ ആണ്. അത് പ്ലെയിൻ ആംഗിൾ ആണോ? അല്ല, ഇത് 3 ഡയമെൻഷനിലാണ് ഈ ആംഗിൾ. നിങ്ങൾക്ക് ഈ ആംഗിൾ ഇമാജിൻ ചെയ്യണമെങ്കിൽ ഒരു പിരമിഡിന്റെ മേലിലുള്ള അപ്പെക്സിലേക്ക് നോക്കുക. അവിടെ ഉണ്ടാകുന്ന ആംഗിളിനെ പറയുന്ന പേരാണ് സോളിഡ് ആംഗിൾ അല്ലെ? അപ്പൊ അതിന്റെ യൂണിറ്റ് എന്താണ്? സ്റ്റെറീഡിയൻ. സ്റ്റെറീഡിയൻ എന്നാണ് അതിന്റെ യൂണിറ്റിന്റെ പേര് കേട്ടോ. അവിടെ റേഡിയനിലല്ല നമ്മൾ പറയാ, ആ സോളിഡ് ആംഗിളിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് സ്റ്റെറീഡിയൻ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു എന്ന് ഓർക്കുന്നുണ്ടാവും അല്ലെ? ശരി, അപ്പൊ നമുക്ക് ഈ പഠിച്ച കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്താലോ? NCERT-യിലെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ്, നമ്മൾ പഠിച്ച കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഒന്നാമത്തെ എന്താ? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ദ വോളിയം ഓഫ് എ ക്യൂബ് ഓഫ് സൈഡ് 1 cm ഈസ് ഈക്വൽ ടു ഡാഷ് മീറ്റർ ക്യൂബ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം? 1 cm ഉള്ള ക്യൂബ്, അത് എത്ര വോളിയം ഉണ്ടെന്നാണ് ചോദ്യം. ഇപ്പൊ നമുക്ക് എന്താണ് കൺവേർഷൻ ഫോർമുല ഉള്ളത്? 100 സെന്റിമീറ്റർ എന്താ? 1 മീറ്റർ അല്ലെ? അപ്പൊ 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആയിരിക്കും? ഈ 100 കൊണ്ട് ഇതിനെ ഹരിക്കണം, ഡിവൈഡ് ചെയ്യണം. സോ 1/100 മീറ്റർ, അതാണ് 1/100 മീറ്റർ ഈസ് 1 സെന്റിമീറ്റർ. ഇനി വോളിയം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വോളിയം ഓഫ് ക്യൂബ്. എന്താ വോളിയം ഓഫ് ക്യൂബ്? ലെങ്ത് ഇൻറ്റു ലെങ്ത് ഇൻറ്റു ലെങ്ത് അല്ലെ? വോളിയത്തെ ലെങ്ത് കൊണ്ട് 3 തവണ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? നമുക്ക് ഇത് കിട്ടുക, വോളിയം കിട്ടുക അല്ലെ? ശരി, അപ്പൊ നമുക്കൊന്ന് അതിന്റെ ഡയമെൻഷൻ ഒന്ന് നോക്കാം അല്ലെ? എത്ര ഡയമെൻഷൻ? 1 സെന്റിമീറ്റർ. എല്ലാത്തിന്റെ സൈഡും 1 സെന്റിമീറ്റർ ആണ്. ഓക്കെ, എല്ലാത്തിന്റെ സൈഡും 1 സെന്റിമീറ്റർ ആണ്. സോ 1 സെന്റിമീറ്റർ മൾട്ടിപ്ലൈഡ് ബൈ 1 സെന്റിമീറ്റർ മൾട്ടിപ്ലൈഡ് ബൈ 1 സെന്റിമീറ്റർ. നമുക്ക് എല്ലാം മീറ്റർ ക്യൂബിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/100 ഇൻറ്റു 1/100 ഇൻറ്റു 1/100. So 100 means it is 10 to the power of 2. So 1 divided by 10 to the power of 6. 1 to the power of 10 to the power of 6. So if you are bringing ഇതിനെ നമ്മൾ 10 to the power of 6 മേളിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ that is 10 to the power of -6 meter cube. ഓക്കെ, അപ്പൊ എന്താണ് ഉത്തരം? 1 സെന്റിമീറ്റർ ഉള്ള ക്യൂബിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ മീറ്റർ ക്യൂബിൽ പറയുകയാണെങ്കിൽ that is 10 to the power of -3 meter cube. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്ന് ഫിൽ ചെയ്താലോ? എന്റെ ഉത്തരം നമുക്ക് ഫിൽ ചെയ്യാം. മനസ്സിലായല്ലോ കൂട്ടുകാർക്ക്? ഇതിന്റെ ഉത്തരം മനസ്സിലായല്ലോ? that is 10 to the power of -6 meter cube. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ഉത്തരം ഫിൽ ചെയ്യാം അല്ലെ? നമുക്ക് പ്രീവിയസ് സ്ലൈഡിലേക്ക് പോയിട്ട് നമുക്ക് ഇതൊന്ന് ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് അതിന്റെ ഉത്തരം എന്തായിരിക്കും? ദ വോളിയം ഓഫ് എ ക്യൂബ് ഓഫ് സൈഡ് 1 cm ഈസ് ഈക്വൽ ടു 10 to the power of -6 meter cube. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് ഇതിന്റെ ഉത്തരം. ഓക്കെ, so the volume of a cube of side 1 cm is equal to 10 to the power of -6 meter cube. ശരി, ഇനി ബി ക്വസ്റ്റ്യൻ എന്താ? സർഫസ് ഏരിയ ഓഫ് എ solid cylinder of radius 2 cm and height 10 cm is equal to dash mm square. അപ്പൊ നമുക്ക് ഇത് എന്തിലേക്ക് മാറ്റണമെന്ന് മനസ്സിലായത്? എല്ലാം തന്നിരിക്കുന്നത് സെന്റിമീറ്ററിലാണ്, ഏരിയ വേണ്ടത് മില്ലിമീറ്റർ സ്ക്വയറിലാണ്. നമുക്കറിയാവുന്ന കാര്യങ്ങൾ അല്ലെ? അപ്പൊ എങ്ങനെ ചെയ്യും ക്വസ്റ്റ്യൻ? നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? ചിന്തിച്ചു നോക്കിയേ, എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം? ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് അല്ലെ? ചിന്തിച്ചു നോക്കിയേ. അപ്പം സർഫസ് ഏരിയ
അപ്പോൾ ഒരു സിലിണ്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു സിലിണ്ടർ വരയ്ക്കാം. ഈ സൈഡിൽ ഞാനൊരു സിലിണ്ടർ വരച്ചിട്ടുണ്ട്. അതിന്റെ ഹൈറ്റ് h ഹൈറ്റാണ് വന്നേക്കുന്നത് അല്ലേ? ഇനി അതിന്റെ റേഡിയസ് എത്രയാണ് വന്നേക്കുന്നത്? ലെറ്റ് ദാറ്റ് റേഡിയസ് ബി ലെറ്റ് ബി ആർ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സിലിണ്ടറിന് ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ ബേസ് ഏരിയയും കേർവ്ഡ് സർഫസ് ഏരിയയും കൂടെ കൂട്ടണം അല്ലേ? അതിന്റെ ചുറ്റുമുള്ള ഏരിയയും അതുപോലെ അടിയിലും മേളിലുമുള്ള ഏരിയയും കൂടെ കൂട്ടണം. അപ്പൊ അതിന്റെ ഉത്തരം എന്താ വരിക? ബേസ് ഏരിയ എത്ര ബേസ് ഉണ്ട്? 2 ബേസ് ഉണ്ട്. അപ്പൊ 2πr². ഇനി കേർവ്ഡ് സർഫസ് ഏരിയയുടെ ഇക്വേഷൻ എന്താ? πrh. ഇതാണ് എന്റെ ഉത്തരം. 2πr² പ്ലസ് π ഇൻറ്റു r ഇൻറ്റു h. അപ്പൊ ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആദ്യം എല്ലാം നമുക്ക് സെന്റിമീറ്ററിലും കൊടുക്കാം. അപ്പൊ 2π ഇൻറ്റു റേഡിയസ് എത്രയാ? 2² പ്ലസ് ഇനി π ഇൻറ്റു റേഡിയസ് എത്ര തന്നെയാ? 2 തന്നെയാ. ഹൈറ്റോ 10. പിന്നെ മൊത്തം സെന്റിമീറ്റർ സ്ക്വയറിലൊന്നും പറയാവോ? മെന്റൽ കാൽക്കുലേഷൻ മതി. 2π ഇൻറ്റു 2² പ്ലസ് π ഇൻറ്റു 2 ഇൻറ്റു 10. അപ്പം ഇതെല്ലാം കൂടെ വരുമ്പോഴേക്കും 87.96 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. പക്ഷെ നമുക്ക് എന്തിലാ ഉത്തരം പറയേണ്ടത്? mm² ഉത്തരം പറയേണ്ടത്. അപ്പൊ mm² ഉത്തരം പറയണമെങ്കിൽ എന്ത് ചെയ്യണം? സെന്റിമീറ്ററിനെ മില്ലിമീറ്ററിലേക്ക് മാറ്റണം. അപ്പൊ എന്താ നമുക്ക് ഈ കൺവേർഷൻ ഫോർമുല ഉള്ളത്? 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര mm ആ? 10 mm ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ 1 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 10 to the power of 2. 1 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ കൊടുക്കാം. That is 10 to the power of 2 millimeter square. അപ്പം അല്ലെങ്കിൽ 100 mm² ആണ് 1 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ ഈ കിട്ടിയ ഉത്തരത്തെ നമ്മൾ എന്ത് ചെയ്യണം? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആൻഡ് ഇതെന്ത് വരും? It is equal to 8796.45 mm². So 8796.45 mm² എന്നുത്തരം വന്നു. മനസ്സിലായല്ല? അപ്പം ഓർത്തിരിക്കുക, കർവ്ഡ് സർഫസ് ഏരിയയും ബി എന്ന് പറഞ്ഞാൽ എന്താ? ബേസ് സർഫസ് ഏരിയ. ബേസ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 2 ബേസ് ഉണ്ട്. അതുകൊണ്ടാണ് 2πr² കിട്ടുന്നത്. അപ്പം 2πr² പ്ലസ് πrh, and that will give you an answer 8796.45 mm². Okay, I hope you got that concept. Okay, ഇനി അടുത്ത ചോദ്യം എന്താ? A vehicle moving with a speed of 18 km/h covers meter in 1 second. അപ്പൊ നമുക്ക് എന്താ ചോദ്യം? km/h മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. മീറ്റർ ഇൻ 1 second. ഓക്കെ, സോ എന്താണ് km/h മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാനുള്ള കൺസെപ്റ്റ്? km/h. അതിനെ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. അപ്പൊ 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്ററാ? 1000 മീറ്റർ ആണ്. 1 ഹവർ എന്ന് പറഞ്ഞാൽ എത്ര ഇതാണ്? എത്ര മിനിറ്റ് ആണ്? So 1 kilometer per hour. So that is 1000 meter per. ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാ? 60 മിനിറ്റ്. ഇനി അതിനെ നമുക്ക് എന്ത് ചെയ്യണം? സെക്കൻഡിലേക്കാണ് മാറ്റേണ്ടത്. അപ്പൊ 60 ഇൻറ്റു 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാ? 60 സെക്കൻഡ് അല്ലേ? അപ്പൊ 1000/60 ഇൻറ്റു 60. സോ അങ്ങനെ ഇപ്പൊ എന്താ വരും? That's going to be 1/3.6 meter per second. ഇതാണ് 1 kilometer per hour.
കേട്ടോ. 1 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ പെർ അവർ ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 303.6 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഇതിനെയാണ് എന്ത് പറയാ, one kilometer per hour is equal to 1 divided by 3.6 meter per second. Okay. Now come to our question. So 18 kilometer per hour. Okay. So 18 kilometer per hour. So our question is to convert 18 kilometer per hour. 18 1 by 3.6 meter per second കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. എന്തുകൊണ്ടാ? 1 kilometer per hour is 1 divided by 3.6 meter per second. അപ്പൊ 18 ഉണ്ടെങ്കിലോ 18 മൾട്ടിപ്ലൈ ആണ് അല്ലേ? സോ 18 into 3.6. അപ്പൊ എന്ത് വരും? 18 into 1 divided by 3.6 എന്ന് പറഞ്ഞാൽ that is 5 meter per second. അപ്പൊ എത്രയാണ് ഉത്തരം? 18 kilometer per hour എന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരം എത്രയാ? That is equal to 5 meter per second. ഇതാണ് എന്തിന്റെ ഉത്തരം? ക്വസ്റ്റ്യൻ നമ്പർ 3. ക്വസ്റ്റ്യൻ നമ്പർ 1 സി ക്വസ്റ്റ്യന്റെ ഉത്തരം ഇതാണ്, 5 meter per second. ഓക്കെ, അപ്പൊ അതാണ് സി ക്വസ്റ്റ്യന്റെ ഉത്തരം. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ലെഡ് ഈസ് 11.3. ഇറ്റ്സ് ഡെൻസിറ്റി. അപ്പൊ ലെഡിന്റെ ഡെൻസിറ്റി. അപ്പൊ എന്താ ഈ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞ സംഭവം? എന്താ ഈ റിലേറ്റീവ് ഡെൻസിറ്റി? പഠിച്ചിട്ടുണ്ടല്ലോ 10ാം ക്ലാസ്സിൽ. റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. എത്ര ഡെൻസിറ്റി ഓഫ് വാട്ടർ? സോ 11 പോയിന്റ് എത്രയായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന റിലേറ്റീവ് ഡെൻസിറ്റി എത്രയായിരുന്നു? ചിന്തിച്ചു ഒന്ന് നോക്കിയേ. 11.3. ഓക്കെ, 11.3. സോ 11.3 is equal to density of lead question divided by density of water. എത്ര density of water? 1000 kilogram per meter cube. Okay, 1000 kilogram per meter. Cross multiply ചെയ്യൂ, അപ്പോൾ ഉത്തരം കിട്ടും. 11,300 kilogram per meter cube is density of lead. 11,300. ഇനി അതിനെ എന്ത് ചെയ്യണം? എനിക്ക് ഗ്രാം പെർ മീറ്റർ ക്യൂബിൽ എഴുതണം. ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബിൽ എഴുതണം. അപ്പം ഓർത്തിരിക്കുക, 1 gram per 1 kilogram per meter cube എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാം പെർ ആണ്? 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്രയാ? ദാറ്റ് ഈസ് 1000 gram അല്ലേ? ഇനി 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാ? 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാ? അല്ലെങ്കിൽ 100 സെന്റിമീറ്റർ ആണ് 1 മീറ്റർ. 1 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ദാറ്റ് ഈസ് 10 to the power of 6 സെന്റിമീറ്റർ ക്യൂബ്. ഓക്കെ, അപ്പൊ എന്ന് പറഞ്ഞാൽ എന്ന് വരും? 1 divided by 1000 gram per centimeter cube. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? 11,300 kilogram per meter cube എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 divided by 1000 into 11,300. അപ്പൊ എന്നാ വരും? That is going to be 11.3 gram per centimeter. അപ്പൊ അതിന്റെ ഉത്തരം എങ്ങനെയാണ് വരിക? ഈ കൺവേർഷൻ ഫോർമുല ഉപയോഗിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും കൺവേർഷൻ ഫോർമുല വരിക? ചിന്തിച്ചു നോക്കുക. ഒന്നെങ്കിൽ അതിന്റെ ഉത്തരം 11.3 gram per centimeter cube. ഇത് 1300 ആണ്. ഓക്കെ, അല്ലെങ്കിൽ അതിന്റെ ഉത്തരം എന്ത് വരും? 11,300 kilogram per meter cube. അപ്പൊ എന്തായിരിക്കും ഉത്തരം എഴുതുക? നിങ്ങൾ അവിടെ എന്തായിരിക്കും? നിങ്ങൾക്ക് അവിടെ വേഗം ഉത്തരം എഴുതാനാണെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും?
അപ്പോൾ അതിൻ്റെ ഉത്തരം 11.3 gram per centimeter cube or 11,300 kilogram per meter cube. Okay, so that's about this question. Clear? അപ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടിയില്ലേ? അപ്പോൾ ഇതാണ് ഇന്നത്തെ സെഷനിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് തരികയാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ ഇത് തരാം. ഓക്കെ, അതല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഞാൻ എന്ത് ചെയ്യും, എക്സ്പ്ലനേഷൻ കിട്ടിയില്ലെങ്കിലും നിങ്ങൾ പേടിക്കണ്ട. അടുത്ത ക്ലാസ്സിൽ ഞാൻ ഈ ക്വസ്റ്റ്യൻ റിവ്യൂ ചെയ്തിട്ട് ഞാൻ അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ തുടങ്ങുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 2 ജസ്റ്റ് നിങ്ങളൊന്ന് ഗോ ത്രൂ ചെയ്യുക. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2 ഒന്ന് ഗോ ത്രൂ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ പേടിക്കണ്ട, ഞാൻ അടുത്ത ക്ലാസ്സിൽ ഇത് ഞാൻ റിവ്യൂ ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ ഉത്തരം. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ നോട്ട് ഡൗൺ ചെയ്തല്ലോ, അല്ലെങ്കിൽ നോട്ട് ഡൗൺ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇന്ന് എന്തൊക്കെ പഠിച്ചു കാര്യങ്ങൾ? ഇന്നത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിച്ചു അല്ലെ? ഈസി ആയിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന, കമ്പയർ ചെയ്യാൻ പറ്റുന്ന, യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിരിക്കുന്ന ഒരു സംഗതി ആയിരിക്കണം യൂണിറ്റ് അല്ലെ? അതിന്റെ സിഗ്നിഫിക്കൻസ് മനസ്സിലായി. നമ്മൾ എങ്ങനെ യൂണിറ്റ്സിനെ ക്ലാസിഫൈ ചെയ്യും? ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്നും ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്നും നമ്മൾ ക്ലാസിഫൈ ചെയ്യും. പിന്നെ പല സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്സ് ഉണ്ട്. എന്താ സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ഡിറൈവ്ഡ് യൂണിറ്റിനെയും ഫണ്ടമെന്റൽ യൂണിറ്റിനെയും കൂടെ ഒന്നിച്ച് പറയുന്ന പേരാണ് സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്. മെയിൻലി 4 സിസ്റ്റംസ് ഓഫ് യൂണിറ്റ് ആണ് ഉള്ളത്. അതിൻ്റെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ട് നമുക്ക് ഉപകാരപ്രദമായിട്ട് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന SI യൂണിറ്റ് ആണ് അല്ലെ? ഇറ്റ്സ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സും ബേസ് യൂണിറ്റുകളും 2 സപ്ലിമെന്ററി യൂണിറ്റുകളും ഉണ്ടെന്ന് പഠിച്ചു. സപ്ലിമെന്ററി യൂണിറ്റിൽ പ്ലെയിൻ ആംഗിൾ, സ്റ്റെറീഡിയൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുകയുണ്ടായി. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് വീഡിയോ. അപ്പം എല്ലാവർക്കും മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകളോ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ക്വറീസോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാനിവിടെ എൻ്റെ ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്. ഇമെയിലിൽ നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം. അതോടൊപ്പം ഇനി ഇമെയിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ യൂട്യൂബ് വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ എത്രയും പെട്ടെന്ന് ഞാൻ ഡൗട്ട് നിങ്ങൾ ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി, ഞാൻ ഫേസ്ബുക്ക് പേജിലും വീഡിയോസ് അപ്ലോഡ് ചെയ്യും. അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലും ഞാൻ എൻ്റെ വീഡിയോസ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓരോ വീഡിയോസ് വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അവിടെയും എന്നെ ഫോളോ ചെയ്യാം. അപ്പം ഇതിൻ്റെ അടുത്ത വീഡിയോ, ഇതിൻ്റെ അടുത്ത എപ്പിസോഡ് നാളെ വരുന്നതായിരിക്കും. അപ്പം കീപ് ഓൺ വാച്ചിങ്. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യം തന്നെ, എന്നിട്ട് നിങ്ങളിത് ഷെയർ ചെയ്യുക കൂട്ടുകാരിലേക്ക്. ഓക്കെ, അപ്പോൾ വീണ്ടും പുതിയ ടോപ്പിക്കുമായിട്ട് കാണുന്നവരെ നമുക്ക് തൽക്കാലം വിട പറയാം അല്ലേ? അപ്പോൾ ശരി, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. Okay, so once again, bye bye from